ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് മെർലിൻ. ഞാൻ കീഴൂർ മൗണ്ട് കാർമൽ ഇടവകാംഗമാണ്, കോട്ടയം. ഞാൻ 2023 മെയ് 12 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 2018 തൊട്ട് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും മുടക്കാതെ ചൊല്ലാറുണ്ട്. 2012 അതിനു മുന്നേ ഞാനൊരു BSc നേഴ്സാണ്. അപ്പോൾ ഞാൻ നഴ്സിംഗ് പഠനകാലത്തിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അസുഖങ്ങളായിട്ടും അല്ലാതെ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസായിട്ടും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പലതവണ ഡ്രോപ്പ് ചെയ്യേണ്ടതായ ചിന്തകളൊക്കെ വന്നായിരുന്നു. അപ്പോഴൊക്കെ ഞാനും മമ്മിയും മാതാവിനോട് പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കോഴ്സ് ഒരു വർഷം പോലും സപ്ലൈ ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണമെന്ന്. അങ്ങനെ തന്നെ ഈ 4 വർഷവും എനിക്ക് ഒരു വർഷം പോലും സപ്ലിമെൻ്ററി എക്സാംസ് എഴുതേണ്ടി വന്നിട്ടില്ല. എല്ലാത്തിനും നല്ല മാർക്കോട് തന്നെ മാതാവ് എന്നെ പാസ്സാക്കി. അതിന് തിരുക്കുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി. അതുവഴി തന്നെ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മുട്ടിൻ്റെ ചിരട്ട തെന്നുമായിരുന്നു. അങ്ങനെ ലിഗമെൻറ്റിയറായി. നേഴ്സ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് നടക്കുമ്പോൾ എല്ലാം ചിരട്ട തന്നെ ഞാൻ വീഴും, എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല, മുട്ട് കുത്താൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു. മുട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷേ എൻ്റെ കോഴ്സിൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് സർജറി ചെയ്യണമെങ്കിൽ ഒരു 6 months എങ്കിലും എനിക്ക് ലീവ് വേണമായിരുന്നു. കാരണം മെഡിക്കൽ ലീവായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണമായിരുന്നു. പക്ഷേ കോഴ്സിൻ്റെ ടൈമിൽ അത് പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ മാതാവ് എനിക്കതെല്ലാം ക്രമീകരിച്ച് തന്ന് കോവിഡിൻ്റെ ടൈമിൽ ഞാൻ സർജറി ചെയ്തു. 6 മാസം റെസ്റ്റ് പറഞ്ഞ് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ടതായി വന്നു. പക്ഷേ ഞാൻ അപ്പോഴും എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരുപാട് പാടാണ്, കാരണം എനിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, നമുക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് ഹെൽത്താണ് വലുതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാതാവിനോട് ഈശോയോടാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ നമ്മളോട് സംഭാഷണമാണല്ലോ ദൈവമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മുട്ടയിൽ എന്നും കുരിശ് വരച്ചാണ് ഞാൻ എന്നും ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ ഭിത്തിയിൽ പതുക്കെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഡ്യൂട്ടി മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, നടക്കാനൊക്കെ. അതും എനിക്കൊരു കുഴപ്പമില്ലാതെ. ബാക്കി എൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 60 days കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു 18 days മാക്സിമമാണ് കോമ്പൻസേഷൻ വന്നത്. ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കോഴ്സ് എനിക്ക് നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. അതിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. അങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞു. OET പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അത് മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം. മാതാവ് OET ഉള്ള തീരുമാനമാണ് എനിക്ക് തന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോടും ഈശോയോടുമായി ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാതാവ് പറഞ്ഞ് ഞാനിങ്ങനെ ലോട്ടിട്ട് പ്രാർത്ഥിച്ച് മാതാവ് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോയി ജോയിൻ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ, ക്ലാസ് പോകുന്ന സമയമാണ്. പക്ഷേ എനിക്ക് ഒന്നിനും മുടക്കം വന്നിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും ഞാൻ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. പക്ഷേ ആ സമയം ഞാൻ പ്രാർത്ഥിക്കാൻ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് ഒരുങ്ങുവാനൊക്കെ പറ്റി. അങ്ങനെ ഞാൻ ഡൽഹിയിലാണ് സെൻറ്റർ എടുത്തത്. സെൻറ്റർ എടുത്ത ടൈമിലും ലാംഗ്വേജൊക്കെ എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. കാരണം ഹിന്ദി നമുക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പം എക്സാമിൻ്റെ ടൈമിൽ അതിന് മുന്നേ ഞാനിവിടെ വന്നു, അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു. കാശുരൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാമിന് പോയ സമയത്തും അവർ കയ്യിലൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാശുരൂപം മാത്രം ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതി എക്സാമിന് കയറി. ഓരോ പേപ്പറിലും ആ കാശുരൂപം വെച്ച് കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങിയാണ് ഞാൻ ഓരോ മൊഡ്യൂളും അറ്റൻഡ് ചെയ്തത്. അങ്ങനെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ എഴുതി കുറച്ചായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓർഗനൈസേഷൻ എൻ്റെ പോയി. പക്ഷേ എനിക്ക് മായ്ച്ചിട്ട് എഴുതാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. നീറ്റ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ചെക്ക് ചെയ്താൽ അല്ലാതെ അവർ ചെക്ക് ചെയ്താൽ ഞാൻ എന്തായാലും പാസ്സാവില്ല. അങ്ങനെ മാതാവിനെ അത് ഏൽപ്പിച്ചു. റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാട്. സ്പീക്കിങ്ങിനാണെങ്കിൽ എല്ലാവരും സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മാതാവിൻ്റെ പേരുകൾ ഉള്ള ആൾ ഇൻ്റർലൂക്കേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ നീല വസ്ത്രം, അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം എനിക്കും കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇൻ്റർലൂക്കേറ്റ് ആയിട്ട് വന്ന മേഡം ഒരു ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. എനിക്ക് നല്ല രീതിയിൽ സ്പീക്കിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആ മേഡത്തിന് കുറേ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും പതറേണ്ടി വന്നില്ല. മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും മാതാവ് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ എൻ്റെ ചിന്ത. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തു. എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എനിക്കിങ്ങനെ
സ്വപ്നം വന്നു, റൈറ്റിങ്ങിന് എനിക്ക് 170 സ്കോർ, അതെനിക്ക് 300 വേണം, എനിക്ക് UK സ്കോർ വേണമെങ്കിൽ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഇൻക്രീസ് ചെയ്യുന്ന പോലെ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നപ്പം 300 വേണ്ട ഇവിടുത്തെ എനിക്ക് 320 സ്കോർ എനിക്ക് കിട്ടി. എനിക്ക് ബാക്കി എല്ലാ മൊഡ്യൂളിലും 350 വേണം. ആ 350യേക്കാൾ കൂടുതൽ സ്കോർ എനിക്ക് തന്ന് എന്നെ മാതാവ് സഹായിച്ചു. അവിടെയാണെങ്കിലും ഞാൻ എക്സാം എഴുതാൻ പോയ സെൻറ്ററിൽ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്തോടൊരിടത്ത് ഇട്ട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ചൊല്ലി ഓരോ മൊഡ്യൂളിലും കാശുരൂപം വെച്ച് കുരിശ് വരച്ചാണ് ഞാൻ ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തത്. അത് അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒട്ടും മെറിറ്റ് ഇല്ലാത്ത എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അങ്ങനെ OETയുടെ റിസൾട്ട് വരുന്ന കാലയളവിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ എൻ്റെ വീട്ടിൽ മമ്മിയുടെ ചാച്ചനുണ്ടായിരുന്നു, വല്യപ്പച്ചനുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചാൻ കിടപ്പായിരുന്നു. ആ സമയത്തൊക്കെ ഇച്ചാനെയാണ് കൂടുതലായിട്ടും അതിന് മുന്നേ ഉള്ള സമയത്തൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മെയ് ഒക്കെ ബെഡിഡനായിരുന്നു, ബെഡ് സോർ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കാറില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിനും മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ മാക്സിമം ടൈം എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പഠിക്കുന്ന സമയം ഞാൻ എന്ത് പഠിച്ചാലും മാതാവ് വിചാരിക്കാതെ എനിക്ക് എന്തായാലും ഞാനത് പാസ്സാവത്തില്ല. അപ്പം ഞാനത് പ്രാർത്ഥിച്ച് ആ കാര്യം ഞാൻ നേടിയെടുക്കുമായിരുന്നു. അങ്ങനെ ഇച്ചാൻ മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. ഞാൻ കൂടുതലും അറ്റാച്ച്ഡ് ഇച്ചാനുമായിട്ടാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സേവാഗ്രാം എന്ന് പറഞ്ഞൊരു പാലിയേറ്റീവ് ഉണ്ട്. ആ പാലിയേറ്റീവ് പെട്ടെന്ന് അത്രയൊന്നും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടേ ഇല്ല. പക്ഷേ പെട്ടെന്ന് എക്സാം കഴിഞ്ഞ ടൈമിൽ ഞാനിങ്ങനെ ഓർത്തു അവിടെ പോകാം. അവിടെ ഇങ്ങനെ പ്രായമായ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരൊക്കെ ഉണ്ട്. അവിടെ പോയി എന്നാൽ കുറച്ച് നാൾ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി ചോദിച്ചു. കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് അവരാരെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവരെനിക്കൊരു ഹോപ്പ് തന്നു, ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു ജോയിൻ ചെയ്തു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു 1 മന്ത് കണ്ടിന്യൂസ് നിൽക്കാവോ, എന്നെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലിയേറ്റീവ് കെയർ ബാക്കിയുള്ളതിലേക്കാളും. പക്ഷേ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മെഡിക്കൽ സർജിക്കലിനൊക്കെ വേക്കൻസീസ് കൂടുതൽ. എന്നിട്ട് ഞാൻ അവിടെ പാലിയേറ്റീവ് കയറി അവിടെ ജോലി ചെയ്തു. നല്ല രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും, അവരെ ബാത്ത് തൊട്ട് അവരുടെ ഫീഡിങ് എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാത്തിലും ഉപരി ഇച്ചാനില്ലാത്തതിൻ്റെ ഒരു വിഷമവും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ നല്ല രീതിയിൽ അവിടെ അവരെ നോക്കി. പിന്നെ അവിടെ ആണെങ്കിലും എനിക്ക് നേഴ്സായതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുർബാന മുടങ്ങും അല്ലേ. പക്ഷേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എന്നൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല. എല്ലാ ദിവസവും എൻ്റെ ഡേ ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി. എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് തന്നെ അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പോകാൻ പറ്റുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ദൈവം ക്രമീകരിച്ച് തന്നു. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അവിടെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം ഞാൻ അവിടെ പോയി ഇരിക്കും. പിന്നെ ഞാൻ കൂടുതലിങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു എപ്പോഴും ദൈവത്തോട്. എനിക്ക് ഫെയിലിയേഴ്സ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കങ്ങനെ ചെയ്ത് എന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് തരണം, എനിക്ക് ഡ്രോബാക്സ് ഉണ്ടെന്നാലും എന്നെ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഈശോയോടും മാതാവിനോടും. അങ്ങനെ അവിടെ നിന്ന സമയത്ത് ഞാൻ പഠിച്ചിറങ്ങിയ ടൈം തൊട്ട് UK ഭയങ്കര പ്രതിസന്ധിയാണ്. ഇൻ്റർവ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 20 എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. നവംബർ 9 എനിക്ക് നോർക്കയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. അത് ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നതാണ്. 6 മാസമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ അങ്കിളും കസിൻസൊക്കെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അപ്ലൈ ചെയ്തു. അതെനിക്ക് ചെന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർ ആകാതെ പോയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ ചെന്നൊരു കൊച്ചിനെ പരിചയപ്പെട്ടു, വർത്തമാനം പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ തലേദിവസത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് വന്നത് ഇൻ്റർവ്യൂവിന്. പക്ഷേ ഞാൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് അത് അറ്റൻഡ് ചെയ്തു. എനിക്കത് കിട്ടി. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് ബാക്കി ആർക്കും ഇൻ്റർവ്യൂസ് ഇല്ലാത്ത ടൈമിലും എന്നെ ദൈവം എവിടെയും എനിക്കൊന്നിനും ലാഗ് വരുത്തിയിട്ടില്ല. ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് എൻ്റെ കോളേജിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് സമയം എല്ലാത്തിനും അവരെന്നെ ലാഗ് ആക്കാറുണ്ടായിരുന്നു മറ്റുള്ളവരെക്കാളും. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് അതിൽ നല്ല രീതിയിൽ എല്ലാം ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ദൈവം കുറച്ച് തന്നിട്ടില്ല. എല്ലാം ഏറ്റവും സ്പീഡപ്പായിട്ട് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവെന്നല്ലേ നമ്മൾ പറയാറ്, അതേവിടെ തന്നെയായിരുന്നു. എനിക്കെല്ലാം ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ അത്രയേറെ വിശ്വസ്തത പുലർത്തി അതിന് എന്നെ അത്രയും ചെയ്യാൻ സഹായിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ ഞാൻ പിന്നെ OET കഴിഞ്ഞ ടൈമിലാണെങ്കിലും എല്ലാവരും വോളണ്ടറി ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നിനും കമ്പൽ ചെയ്യാറില്ല, പൈസയുടെ കാര്യങ്ങളാണെങ്കിലും ശരി. പക്ഷെ ഞാൻ ഒറ്റ മോളാണ്. അപ്പം എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്ത് കൊടുക്കണം വീട്ടിലിട്ടെന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എവിടെന്നെങ്കിലും ഒരു വഴി കാണിച്ചതാണ്. മാതാവല്ല എന്നെ കേപ്പബിൾ ആക്കുന്നത്, അപ്പം എനിക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം CBT ട്രെയിനറായിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ഞാൻ അത്രയും മാസം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റാഞ്ഞതെല്ലാം ഞാൻ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കവറപ്പ് ചെയ്യാൻ പറ്റി.
അതോടൊപ്പം സഹായം എന്നോണം കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് ആണെങ്കിലും ശരി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊക്കെ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. അതിനും മാതാവ് എനിക്ക് അവസരം തന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ CBT പഠിപ്പിക്കുന്ന ഇച്ചിരി സ്ട്രെയിൻ ആയിരുന്നു. കണ്ടിന്യൂസ് നമ്മൾ 5 hours ഒക്കെ ക്ലാസ് വരുമ്പം എനിക്ക് ആസ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് തന്നെ എനിക്ക് വേറൊരു കോളേജിൽ നിന്ന് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതൊന്നും എനിക്കൊരു ലാഗില്ല. എനിക്കിവിടെ എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് ദൈവം തന്നിട്ടായിരിക്കും ഇവിടുത്തേൽ എനിക്ക് എന്തെങ്കിലും ഒരു മുടക്ക് വരുത്തുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തില്ല. 1 വർഷം അവർ നിൽക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പേപ്പർ വർക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല, പോകണ്ടപ്പോൾ പൊക്കോ, കുഴപ്പമില്ല എന്നുള്ളതിൽ അവരെനിക്ക് തന്നു. അതും മാതാവ് എനിക്ക് ക്രമീകരിച്ച് തന്നു. ഞാൻ 2023 പാസ് ഔട്ടായ ആളാണ്. അങ്ങനെ എന്നിട്ട് പോലും ഞാൻ അവിടെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് അവിടെ ജോയിൻ ചെയ്തു. 3.5 മാസം എനിക്കവിടെ കഴിഞ്ഞ 15-ാം തീയതി വരെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 15-ാം തീയതിയാണ് റിസൈൻ ചെയ്തത്. അങ്ങനെ അതും എനിക്ക് നല്ലൊരു ഏണിങ്, നല്ലൊരു ഇൻകത്തോടു കൂടി എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റി. ആ സമയത്താണെങ്കിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതൊരു സിസ്റ്റേഴ്സിൻ്റെ കോളേജാണ്, നഴ്സിംഗ് കോളേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പോകാൻ പറ്റി. എന്തെങ്കിലും കോളേജിൻ്റേതായതുകൊണ്ട് താമസം വന്നിട്ടുണ്ടെങ്കിലും കുർബാനയ്ക്ക് പോകാത്ത ഒരു കാര്യത്തിന് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടില്ല ഒരു ദിവസം പോലും. ചില പരിപാടികളൊക്കെ 6:45 വന്നു, 6 മണിക്ക് വന്നു. പക്ഷെ ഞാനിങ്ങനെ പറയും, എന്നെ കുർബാന മുടക്കിച്ചേക്കരുതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പറയും. അതനുസരിച്ച് ആ പരിപാടികളുടെ സമയം നീളുന്നല്ലാണ്ട് എന്നെ ഒരിക്കലും കുർബാനയിൽ നിന്ന് മുടക്കം വരുത്തിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ അസുഖങ്ങളാണെങ്കിലും ശരി, എൻ്റെ മൈഗ്രെയിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, ഞാൻ എല്ലാ ദിവസവും വെഞ്ചരിച്ച തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലുന്നത്. അതേവിടെ എൻ്റെ പപ്പായ്ക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പോൾ അതും ഞങ്ങൾ വെഞ്ചരിച്ച തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പായ്ക്ക് കുറേ നാളൊക്കെ ഒരു കുഴപ്പമില്ലാതെ മാറ്റി തന്നു ദൈവം. അങ്ങനെ നിരവധിയായ രോഗസൗഖ്യങ്ങളൊക്കെ മാതാവ് തന്നു. അതിനും മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇൻ്റർവ്യൂ കിട്ടാത്ത സമയമാണ്. ഞാൻ ഇതിനോടിടയ്ക്ക് അറ്റൻഡ് ചെയ്തത് 3 ഇൻ്റർവ്യൂസാണ്. ആ 3 ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് പീരീഡ് എനിക്കൊരു ലാഗ് ഒന്നും വരുത്തിയിട്ടില്ല. എല്ലാം ദൈവം നേരത്തെ തന്നു. എനിക്ക് COS ആണെങ്കിലും ശരി, എല്ലാവർക്കും 2 ആഴ്ച എടുക്കുന്ന COS ഞാനിവിടെ വന്നു 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനോട് ചോദിച്ചു ഉടമ്പടി പുതുക്കുന്ന ദിവസം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോള് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നല്ലതേതാന്ന് തോന്നുന്നു എടുക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കാനായിട്ട് ഞാൻ ലോട്ടിടുമ്പോൾ എല്ലാം മാതാവ് എനിക്ക് മിക്സപ്പായിട്ടൊക്കെ എനിക്ക് തരണേ. പക്ഷേ ഞാനിവിടെ വന്ന് അന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. 2ാമത്തെ ദിവസമാണ് ഞാൻ COSന് അപ്ലൈ ചെയ്തിട്ട്. 2 ആഴ്ച എടുക്കുന്ന ദിവസം 2ാമത്തെ ദിവസം എനിക്ക് COS കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വിസ വന്നു. ഈ മാസം 28-ാം തീയതി ഞാൻ പോവുകയാണ് UK-ക്ക്. എൻ്റെ കോളേജിൽ നിന്ന് ഞാനും വേറൊരു കുട്ടിയാണ് ആദ്യമായിട്ട് മെഡിക്കൽ സർജിക്കൽ പോകുന്നത്. അപ്പം എനിക്ക് പുറമെ മനുഷ്യരായിട്ട് എനിക്ക് എന്തെങ്കിലും ലാഗ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവായിട്ട് അതെനിക്ക് കവറപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. തുടർന്നും എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ഞാൻ മാതാവിനോട് അനുഗ്രഹം യാചിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാനൊരു 4 അധ്യായം ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ പഠിപ്പിച്ചെടുത്താണെങ്കിൽ പോലും എൻ്റെ പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വിശുദ്ധ കുർബാന അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാ ദിവസവും പോകാനുള്ള സമയമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുർബാനയ്ക്ക് കൂടണം, ഒരു കൊന്തയെങ്കിലും എത്തിക്കണം ഒക്കെ ഞാൻ പറയും. അങ്ങനെ പിള്ളേരും കുറേ പേരൊക്കെ അങ്ങനെ പള്ളിയിലൊക്കെ പോരുന്നുണ്ട്. അങ്ങനെ ഞാൻ ആരെയൊക്കെ കാണുന്നോ അവരോടൊക്കെ ഞാൻ പറയും, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയതെന്നും അല്ലാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലും. കാരണം ഞാൻ നേരത്തെ തൊട്ട് പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ മമ്മിയാണ് എല്ലാ കാര്യത്തിലും ഏറ്റവും കൂടുതൽ മമ്മിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മമ്മി പണ്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, കുറച്ചൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ, കുറേ കൂടെയൊക്കെ പ്രാർത്ഥിക്കണം. അപ്പോഴൊക്കെ ഞാനത് നിസ്സാരമായിട്ട് എടുത്തു. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ ആരോ പുഷ് ചെയ്യുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും. മാതാവ് ചെയ്തില്ലെങ്കിൽ മാതാവിൻ്റെ സങ്കടം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 3 മണിക്കൊക്കെ എനിക്ക് ബ്രേക്കിൻ്റെ ടൈമാണ്, ഞാൻ ഇച്ചിരി നേരം ഉറങ്ങുന്ന സമയം. പക്ഷേ 3 മണിക്ക് കൃത്യം ഞാൻ അലാം വെച്ച് എണീറ്റ് കരണക്കൊന്ത എത്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുട്ടിൻ്റെ ഇഷ്യൂ കാരണം എന്നോട് മുട്ട് കുത്തരുത്, മാക്സിമം നിൽക്കരുത്, സ്ട്രെയിൻ ചെയ്യരുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എത്തിക്കുന്നത് മുട്ടുകുത്തി തന്നെയാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. എല്ലാം കൊണ്ടും സമയ ചുരുക്കമാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നെ മാതാവ് ഒന്നിലും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. തുടർന്നും ചെറുതും വലുതായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. മുന്നോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ നല്ലൊരു മകളായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി ജീവിതം അതൊരു നവീകരണത്തിൻ്റെ പ്രാർത്ഥനാ ജീവിത രീതിയാണ്. നമ്മുടെ മുൻപിൽ മെർലിൻ റോസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ച സമയം
അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവൃത്തികൾക്കായിട്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവൃത്തികൾക്കുമൊക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ എത്രത്തോളം സമയം മാറ്റിവെച്ചു എന്നാണ്. ഒരു 24 വയസ്സുള്ള സഹോദരിയാണ് നമ്മളുടെ മുൻപിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴമായിട്ട് വളരുവാനായിട്ട് തനിക്ക് സാധിച്ചു ഉടമ്പടി ജീവിതത്തിലൂടെയെന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാകുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവുമൊക്കെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ആധ്യാത്മിക നവീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രാർത്ഥനയാണ്. ഈ ജീവിതം വഴിയായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.